أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. സ്നേഹമുള്ള സഹോദരന്മാരെ, ഈമാനും ഇസ്തിഖാമത്തും എന്ന വിഷയമാണ് ഖുത്ബയിൽ ഇമാം നമ്മോട് ഉണർത്തിയത്. ഇസ്തിഖാമത്ത് എന്നാൽ നേരെ ചൊവ്വെ ജീവിക്കുക, ശരിയായ പാതയിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഖുർആൻ മനുഷ്യരോട് പറയുന്ന, നമ്മോട് വിശ്വാസികളാകാനും അള്ളാഹുവിൽ വിശ്വസിക്കാനും പിന്നെ നേരെ ചൊവ്വെ ജീവിക്കാനും പറയുന്ന ധാരാളം സൂക്തങ്ങൾ ഇമാം ഖുത്ബയിലൂടെ നമ്മെ ഉണർത്തുകയുണ്ടായി. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്യുക. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. നമുക്കറിയാം, ചുറ്റുഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇമാം പറഞ്ഞതുപോലെ അശുഭകരമായ വാർത്തകളാണ്. ആശങ്കകൾ ഉൾപ്പെടുന്ന, നൊമ്പരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വാർത്തകളും അവലോകനങ്ങളും ചുറ്റുപാടുകളുമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിർ സമാനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ മനുഷ്യർക്ക് പ്രഭാതമാകുമ്പോൾ വിശ്വാസിയാവുകയും പ്രദോഷമാകുമ്പോഴേക്കും കാഫിറാവുകയും അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ കാഫിറാവുകയും ചെയ്യുന്നൊരവസ്ഥ, രാത്രിയാകുമ്പോൾ വിശ്വാസിയായ ഒരു മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്കും അവിശ്വാസിയാകുന്നൊരവസ്ഥ സംജാതമാകും. വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട, വളരെ പ്രയാസപ്പെട്ട് ഈമാൻ മുറുകെ പിടിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു പോയിട്ടുള്ളത്. പലതരം മാർഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന, ഒരിക്കൽ ഇമാം ഖുത്ബയിൽ പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂൽ തിരുമേനി സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മണലിൽ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധാരാളം ചെറിയ രേഖകൾ വരച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നേരെ പോകുന്നതാണ് സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്നും വഴിമാറിപ്പോകുന്നതാണ് ഈ ചെറിയ വരകളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇമാം ഇവിടെ സൂറത്തുൽ കഹഫിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തന്റെ അടിമയുടെ മേൽ ഈ വേദഗ്രന്ഥം ഇറക്കിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ, അവൻ യാതൊരു മാർഗദർശനവും യാതൊരു വക്രതയും അതിൽ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം നേരെ ചൊവ്വെ മനസ്സിലാകുന്ന, വളരെ ലഘുവായിട്ട് വളരെ യുസ്റായിട്ട് ദീനിനെ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന, പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മതമായിട്ടാണ് ഈ ഖുർആനിൽ അല്ലാഹു ഇസ്ലാമിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഏതൊരു കർമ്മത്തിലും, നമസ്കാരം അതേപോലെയുള്ള നോമ്പുകൾ പോലെയുള്ള മനുഷ്യർക്ക് ചിട്ടയോടുകൂടി നിർവഹിക്കുവാൻ അല്പം പ്രയാസമുള്ള ആരാധനകളിൽ പോലും അവർക്ക് രോഗമാണെങ്കിൽ അല്ലെങ്കിൽ നമസ്കാരത്തിന് ശുദ്ധി ചെയ്യാൻ വേണ്ടി വെള്ളം ലഭ്യമാകാത്തൊരവസരമാണെങ്കിൽ വുദൂഇന് പകരം തയമം ചെയ്യാനുള്ള ഇളവ് നൽകിയത്. അതേപോലെ തന്നെ നമസ്കാരം ദീർഘമായ യാത്രക്ക് ഒരുങ്ങുന്നൊരു മനുഷ്യനാണെങ്കിൽ ആ യാത്രയിലുടനീളം അതിനും ജമ്മും കസറുമായിക്കൊണ്ട് ചുരുക്കിയും ചേർത്ത് നമസ്കരിക്കാനുള്ള ഇളവ് നൽകിയത്. നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കാനും അതിനും സാധ്യമാകാത്തവർക്കും കിടന്ന് നമസ്കരിക്കാനുമൊക്കെ ഇളവ് നൽകിയത്. നോമ്പാണെങ്കിൽ യാത്രികനോ അല്ലെങ്കിൽ രോഗിയോ ആണെങ്കിൽ ആ ദിവസം നോമ്പ് നോൽക്കാതെ സുഖമുള്ള ദിവസങ്ങളിൽ, യാത്രയില്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് നോറ്റുകൂട്ടാനുള്ള ഇളവ് നൽകിയതും. ഇങ്ങനെ എല്ലാ തരത്തിലും ഇവജില്ലാത്ത, വക്രതയില്ലാത്ത മതമായിട്ട് അള്ളാഹു ഈ മതത്തെ, ആളുകൾക്ക് ഈ പ്രകൃതി മതത്തെ മാറ്റിക്കൊടുത്തു. അതേപോലെ തന്നെ ഇമാം ഈ സിറാത്തുൽ മുസ്തഖീമിന് മറ്റൊരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഓതി വെച്ച സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗമാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. അവിടെയും യാസീൻ, ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
അഭിസംബോധന ചെയ്യുന്നതാണെന്നാണ് ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നത്. ത്വാഹ എന്ന് പറയുന്നതും യാസീൻ എന്ന് പറയുന്നതുമൊക്കെ അതിനുശേഷം ഖുർആനെ കൊണ്ട് സത്യപ്പെടുത്തി പറയുന്നു. വൽ ഖുർആനിൽ ഹക്കീം, തത്വജ്ഞാനമായിട്ടുള്ള ഈ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായിട്ടും താങ്കൾ പ്രവാചകന്മാരിൽ മുർസലീങ്ങളിൽപ്പെട്ടവനാണ്. അലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായിട്ടുള്ള സിറാത്തുൽ മുസ്തഖീമിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. ഇങ്ങനെ സിറാത്തുൽ മുസ്തഖീമിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടത്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെയാണ് നമ്മോട് സഞ്ചരിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇസ്തിഖാമത്ത് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിക്കൊണ്ട് ചൊവ്വായ പാതയെ വക്രതയില്ലാത്ത, വളവില്ലാത്ത, തിരിവില്ലാത്ത, കൂട്ടിച്ചേർക്കലില്ലാത്ത, മായം ചേർക്കലില്ലാത്ത, അതേപോലെ തന്നെ പുതുതായി ചേർത്ത് വികൃതമാകാത്ത സത്യമതത്തിലൂടെ, സൽസരണിയിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ടു പോകാൻ അതിന് വിശ്വാസികൾക്ക് കഴിയണം. അതിലാണ് വിശ്വാസികളുടെ വിജയമെന്നാണ് ഇമാം നമ്മോട് ഖുത്ബയിലൂടെ ഉണർത്തിയത്. അതിന് വിരുദ്ധമായിട്ട് പൈശാചിക പ്രേരണയാണ് ഇമാം രണ്ടാമതായിട്ട് ആ വിഷയത്തോട് ചേർത്ത് പറഞ്ഞത്. എപ്പോഴും സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി, തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് പരമാവധി പരിശ്രമിക്കും. ജീവിതത്തിൽ അള്ളാഹു നൽകിയ വിഭവങ്ങൾ കൊണ്ട് വഞ്ചിതരായിക്കൊണ്ട് പലപ്പോഴും നമുക്കത് തെറ്റിലേക്ക് വഴിമാറാനുള്ള ആയുധങ്ങളായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഉപാധികളായിട്ട് മാറും. അതിനിമാം ഉദാഹരണമായിട്ടെടുത്തത് സൂറത്തു തആബുനിലെ വിശ്വാസികളോടുള്ള ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതീഹു വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതിനു മുൻപ് ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഇമാം ഈ ആയത്ത് നമ്മുടെ മുൻപിൽ വെച്ചു. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, തീർച്ചയായിട്ടും നിങ്ങളുടെ സന്താനങ്ങളിൽ, നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ സമ്പത്തുകളിലൊക്കെ നിങ്ങൾക്ക് ഫിത്നയുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. വല്ലാഹു ഇൻദഹു അജ്റുൻ അസീം, പലപ്പോഴും നമ്മുടെ സ്വത്തുക്കളാണ്, നമുക്ക് നൽകപ്പെട്ട വിഭവങ്ങൾ, അതിന്റെ ആധിക്യമോ കുറവോ ഒക്കെയാണ് അള്ളാഹുവിൽ നിന്നും നമ്മെ അശ്രദ്ധരാക്കുന്നത്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വക്രതയുടെ വഴിയിലേക്ക്, വളഞ്ഞ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് തെറ്റായ രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടി, തെറ്റായ രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ തെറ്റായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയൊക്കെ മനുഷ്യരെ പ്രേരിപ്പിക്കാറുള്ളത്. അതൊക്കെ നമുക്ക് പരീക്ഷണമാണ്, നമ്മൾ മനസ്സിലാക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷിക്കുക. ഈ വിഷയം ഇമാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പരമാവധി ഈ നന്മയിൽ നിന്ന് തിന്മയുടെ പാതയിലേക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മോട് ഖുർആൻ ആഹ്വാനം ചെയ്തതാണ്. അവൻ നിങ്ങൾക്ക് അദുവാണ്, ആ അദുവിനെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണമെന്ന് വളരെ കരുതലോടുകൂടി പിശാചിനെ ശ്രദ്ധിക്കണമെന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ വചനങ്ങൾ ഇമാം നമ്മുടെ മുൻപിൽ വെച്ചു. അത് എപ്പോഴും നമ്മുടെ മുൻപിലുണ്ടാക്കണം. നമ്മളെ മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാമെ മുതൽ മനുഷ്യരാശിയെ മുഴുവൻ വഴിതെറ്റിക്കാൻ വേണ്ടി മനുഷ്യർക്കൊരു പരീക്ഷണമായിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സന്മാർഗത്തിൽ നിന്നും അവന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനത്തിൽ നിന്നും മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചിനെ ഒരു പരീക്ഷണമായിട്ട് തന്നെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആ പൈശാചിക പ്രേരണയിൽ അതിന് വശംവദനാകാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കാതോർക്കുകയും അവന്റെ നിയമങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ മതത്തിലെ നടപടിക്രമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും അതിന് പ്രാമുഖ്യം നൽകുകയും പരമാവധി സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ കരുതലോടുകൂടി പിശാചിന്റെ ചെയ്തികളെ അവൻ ഭംഗിയാക്കി തരും. ഇമാം പ്രത്യേകം പറഞ്ഞു, നമുക്കത് ഭംഗിയാക്കി തരും. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, മനസ്സ് ആ തിന്മയിലേക്കാണ് എപ്പോഴും ചാഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന നഫ്സ അമ്മാറത്തൻ ബിസൂ എന്ന് സൂറത്ത് യൂസുഫിലെ ആ വചനവും ഇമാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മനുഷ്യ മനസ്സ് തെറ്റിലേക്ക് ചാഞ്ഞു തിന്മയിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ അസീസ് രാജാവിന്റെ പത്നി വശീകരിക്കുകയും തിന്മയിലേക്ക് ചായാൻ വേണ്ടി, തിന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പലവിധത്തിലുള്ള തന്ത്രങ്ങൾ പായിച്ചുകയും ചെയ്തപ്പോൾ അവിടെയൊന്നും അതിന് വിധേയരാകാതെ അതിനേക്കാൾ നല്ലത് ജയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലേക്ക് ആനയിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ പിന്നീട് രാജാവിന്റെ സ്വപ്നദർശനത്തിന് വ്യാഖ്യാനം നൽകുകയും അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം, അള്ളാഹു നൽകിയൊരു മുഇസ്സത്ത് ആ രാജാവിനെ തൃപ്തമാവുകയും അദ്ദേഹം യൂസുഫിനെ വരുത്തിക്കൊണ്ട്, യൂസുഫിനെ വിചാരണക്കെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രത്യേകമായിട്ട് പറഞ്ഞ സംഗതിയാണ്, വമാ ഉബർരിഉ നഫ്സി, ഞാൻ എന്റെ നഫ്സിനെ മാറ്റി നിർത്തുന്നില്ല, ഞാൻ എന്റെ നഫ്സിനെ ഒഴിവാക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ,
തീർച്ചയായിട്ടും മനസ്സ്, തീർച്ചയായിട്ടും നഫ്സ് അത് തിന്മയിലേക്ക് ചായുന്നത് തന്നെയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂർ റഹീം. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾക്കൊഴികെ തീർച്ചയായിട്ടും എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം കൃപാലുവും അതേപോലെ തന്നെ കരുണാമയനുമാകുന്നു എന്ന് പറഞ്ഞ ആ വചനവും ഇമാം ഖുതുബയിൽ പറഞ്ഞു. എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ചാടുന്ന മനസ്സുകളുമായിട്ടാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈമാൻ മുറുകെ പിടിക്കുക എന്നതും വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നതും വളരെ പ്രയാസപ്പെട്ടൊരു പണിയായിട്ടാണ്, വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവമായിട്ടാണ് പ്രത്യേകിച്ചും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രവാചക തിരുമേനി ദീർഘദർശനം ചെയ്തത്. അതുകൊണ്ടാണ് വൈകുന്നേരം മുസ്ലിമായ ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്കും കാഫറായി പോകുന്നൊരവസ്ഥയുണ്ടാകും. പ്രഭാതത്തിൽ മുഅ്മിനായിട്ട് പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു വ്യക്തി വൈകുന്നേരമാകുമ്പോഴേക്കും കാഫറാകുന്ന, അവിശ്വാസിയാകുന്ന ഒരു പ്രവണതയുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നസങ്കീർണമായ ഈമാൻ കളഞ്ഞുകുളിക്കാൻ പറ്റുന്ന സകലവിധ സജ്ജീകരണങ്ങളുമുള്ള ഒരു ലോകത്ത് ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അതിന് എത്ര പ്രയാസപ്പെട്ടാലും അതിന്റെ പ്രതിഫലം വളരെ മഹത്തരമെന്നാണ് ഇമാം രണ്ടാമത്തെ ഖുതുബയിൽ ആമുഖമായിട്ട് ഓതുകയും പിന്നീട് നമസ്കാരത്തിൽ അത് ആവർത്തിക്കുകയും ചെയ്ത സൂറത്ത് ഫുസ്സിലത്തിലെ 2 വചനങ്ങൾ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമു പിന്നെ നേരത്തെ ജീവിക്കുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക മരണവേളയിൽ അവരുടെ മേൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. അല്ലതീ കുൻതും തുഅദൂൻ അതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കും. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ ആ മലക്കുകൾ ആ വിശ്വാസികളോട് പറയും, നഹ്നു ഔലിയാഉക്കും ഞങ്ങളാണ് നിങ്ങളുടെ ഔലിയാക്കൾ, നിങ്ങളുടെ മിത്രങ്ങൾ, ഫിൽ ഹയാത്തിദ് ദുനിയ ഇഹലോകത്തിലും വഫിൽ ആഖിറ പരലോകത്തിലും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ഊൻ ആ പരലോകത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്തും ഇച്ഛിക്കുന്നതെന്തും നിങ്ങൾക്ക് അവിടെ നൽകപ്പെടുകയും ചെയ്യും. നുസുറം മിൻ ഗഫൂരിർ റഹീം തീർച്ചയായിട്ടും ഗഫൂറായിട്ടുള്ള റഹീമായിട്ടുള്ള കാരുണ്യമായും ദയാപരനുമായിട്ടുള്ള ആ റബ്ബിന്റെ നുസുലാണ്, സമ്മാനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞു. അവിടെയും നേരത്തെ ജീവിക്കുന്ന ആളുകൾക്കാണ് തന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും റബ്ബുനല്ലാ എന്ന് പറയുകയും അത് പ്രഖ്യാപിക്കുകയും അതിന്റെ അരയൊലികളും അതിന്റെ ആസാറുകളും അതിന്റെ അടയാളങ്ങളും ജീവിതത്തിൽ കാണിക്കുകയും എവിടെയും തന്റെ റബ്ബിനെ മാത്രം സൂക്ഷിക്കുന്ന, റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന, റബ്ബുനല്ലാ സുമ്മസ്തഖാമു റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച് പിന്നെ നേർക്ക് നേരെ ജീവിക്കുക, വളവില്ലാതെ വക്രതയില്ലാതെ സംശയത്തിനിടയില്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഗുണമാണ് ഇമാം ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അങ്ങനെ മരണവേളയിൽ മലക്കുകളുടെ ആശീർവാദവും സമാധാന വചസ്സുകളും കേട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ശാന്തമായിട്ട് ഉച്ചരിച്ച് മരണപ്പെടാൻ നമുക്ക് സാധ്യമാകണം. രാവിലെയും വൈകുന്നേരവും മുഅ്മിനായി തന്നെ ജീവിക്കാൻ നമുക്ക് കഴിയണം. വൈകിട്ട് ബെഡിലേക്ക് പോകുമ്പോൾ, റൂമിലേക്ക് പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ നമ്മൾ മുഅ്മിനായിട്ട് തന്നെ കിടക്കണം. ആ കിടത്തത്തിൽ നമ്മൾ റൂഹിനെ പിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് മുഅ്മിനായി മരിക്കാൻ സാധിക്കണം. പ്രഭാതത്തിലേക്ക് മുഅ്മിനായി പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുഫ്രിയത്തിലേക്ക് പോകാനുള്ള, അവിശ്വാസത്തിലേക്ക് പോകാനുള്ള, തെറ്റിലേക്ക് പോകാനുള്ള ധാരാളം വഴികൾ മുൻപിലുണ്ടായാലും ആ തെറ്റുകളിലേക്ക് പ്രവേശിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, പ്രവാചകന്റെ ജീവിതത്തിന്റെ ചര്യയെ മുറുകെ പിടിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ പകലിൽ മരണപ്പെടുമ്പോൾ മുഅ്മിനായിക്കൊണ്ട് തന്നെ ഈ മാലാഖമാരുടെ ആശീർവാദം കേട്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നുസുലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അനുഭവിച്ചു തന്നെ വഫാത്താവാൻ, മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അങ്ങനെ ഈമാനോടുകൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യുന്ന സത്വൃത്തരായ, സച്ചരിതരായ, നല്ലവരായ അവന്റെ അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.